ജനങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. ശക്തരായിട്ടുള്ള 3 സ്ഥാനാർത്ഥികളാണ് ഇവിടെയുള്ളതും. ഇപ്പൊ ഈ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് 3 പേരും. ഇതിൽ ആരായിരിക്കും മുന്നേറ്റം ഉണ്ടാവുക? BJP ആയിരിക്കും മുന്നേറ്റം ഉണ്ടാവുക. കാരണം എന്താണ്? കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ കൗൺസിലറും BJP-കാരാണ് 4 വശത്തെയും. രാജേഷിന്റെ ഒരു ഭരണം ഞങ്ങൾക്ക് ഇപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഞാനൊരു കച്ചവടക്കാരനാണ്, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണ്. ഞാൻ 5 വർഷം തോറും മാറി പാർട്ടി പരീക്ഷിക്കുന്ന ആളാണ്. ഇപ്പോൾ ജംഗ്ഷനിൽ 54 വർഷം കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ കുറച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ട്. അത് പറയാൻ തയ്യാറല്ല. കാര്യം എനിക്ക് എല്ലാ ആളുകളും സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ വട്ടിയൂർക്കാവിലെ ആരായിരിക്കും വിജയിക്കുന്നതാണ് കരുതുന്നത്? BJP എല്ലാവരും. ഇതില് ആരായിരിക്കും പ്രത്യേകിച്ച് പറയാനൊന്നും നോക്കൂല. എല്ലാവരും ജയിക്കുന്നുള്ള രീതിയിലല്ലേ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തി സ്വാധീനമാണ് കാണുന്നത്. അപ്പം ഏറ്റവും നല്ല വ്യക്തി ഏതെന്ന് ജനങ്ങൾക്ക് അറിയാം. അവർക്ക് വോട്ട് ചെയ്ത് അവർ ജയിക്കുകയും ചെയ്യും. ഓക്കെ, ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് 3 പേരും. അപ്പൊ ഇതിൽ ആരായിരിക്കും ഇവിടെ വട്ടിയൂർക്കാവിലെത്തുക? നമുക്ക് ഇതുവരെ പറഞ്ഞാൽ ആരെയും സെപ്പറേറ്റ് പ്രത്യേകം പറഞ്ഞു പറ്റൂല. കാരണം 3 പേരും ഒന്നിച്ച് ഇഞ്ചോടി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആര് ജയിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി മോളി സാറിനാണ് ഒരു ചാൻസ് ഉള്ളത്. അപ്പൊ ഈ 3 പേരിൽ ആരായിരിക്കും വട്ടിയൂർക്കാവിൽ വിജയിക്കുക എന്നാണ് ചേട്ടൻ കരുതുന്നത്? വട്ടിയൂർക്കാവിൽ വിജയിക്കേണ്ടത് ശ്രീലേഖയാണ്. ഇവരും ഒരേപോലുള്ള സ്റ്റേജിൽ നിൽക്കുകയാണ് അവര്. എന്നാലും ഒരു ചെറിയൊരു ശതമാനം ഒരു മാർജിൻ്റെ എഡ്ജിൽ പ്രശാന്ത് പുള്ളിയാണ് ഇടതിൻ്റെ ആളാണ് മുന്നിൽ നിൽക്കുന്നത്. മണ്ഡലം എല്ലാവരും സ്ഥാനാർത്ഥികളെല്ലാം 3 പേര് പ്രഗത്ഭരാ. 3 പേരും ശ്രീലേഖ ജയിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഒരു മാറ്റം വേണ്ടി നമുക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങള്. അപ്പോൾ അതിന് ഇപ്പം സാധിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ശ്രീലേഖ ജയിക്കണം.